ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പല ആളുകളുടെയും ഫേസ്ബുക്ക് ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയുന്നത്, എൻ്റെ അറിവിൽ വന്നത്, എനിക്ക് അനുഭവത്തിൽ വന്നത്. ഓക്കെ, നമ്മൾ സാധാരണയായി നമ്മൾ ഫോളോ ചോദിച്ചുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഇടാറുണ്ട്. എന്നെ ഫോളോ ചെയ്യുമോ, എല്ലാവരും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഇടാറുണ്ട്. അത് നിങ്ങൾ നിർത്തണം. അത് ഫേസ്ബുക്കിന് അറിയാവുന്നതാണ്. പിന്നെ അതുമാതിരി നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ലൈക്ക് കമൻറ്റ് ചോദിച്ചുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഇടുന്നു. നമ്മൾ എപ്പോഴും പറയും എനിക്ക് ലൈക്ക് തന്നില്ല, കമൻറ്റ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പോസ്റ്റിൻ്റെ ചുവട്ടിൽ പോയിട്ട് നമ്മൾ എന്നെ ഫോളോ ചെയ്യണേ എന്ന് നമ്മൾ പറയുന്നില്ലേ, അതും മറ്റൊരു തെറ്റാണ്. ഇതൊക്കെ ഫേസ്ബുക്കിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആരും ചെയ്യാതിരിക്കുക. പിന്നെ വരുന്നതാണ് ചിലർ ക്യാഷ് കൊടുത്തിട്ട് ഫോളോവേഴ്സിനെ വാങ്ങുക, ലൈക്ക് വാങ്ങുക, കമൻറ്റ് വാങ്ങുക. ഇതൊന്നും നിലവിലുണ്ടാവില്ല. ഇതൊക്കെ ഫേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും ക്യാഷ് കൊടുത്തിട്ട് ഫോളോവേഴ്സിന് വാങ്ങാൻ ശ്രമിക്കരുത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ FB സിസ്റ്റമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവർക്കെല്ലാം മനസ്സിലാവും നമ്മൾ എന്ത് തെറ്റിയതാലും, നമ്മൾ ഏത് വിധത്തിലുള്ള പോസ്റ്റ് ഇട്ടാലും അവർക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇൻഓർഗനൈസ്ഡ് എൻഗേജ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ വരും ഇതൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫേസ്ബുക്ക് തന്നെ താനെ സസ്പെൻഡായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് 100% ഇത് പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചാനൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. അവരത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ആളുകളുടെ വരെ ചാനൽ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നവർ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ അതുതന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു, ഒരു മിനിമം ലെവലിൽ നമ്മൾ റിപ്ലൈ കൊടുക്കും. ഒറ്റയടിക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുക. ഒരു 10 കൊടുത്തിട്ട് നമ്മൾ നിർത്തുക. പിന്നെ നമ്മളൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് കമൻറ്റ് കൊടുക്കുന്നത് ഒരേ ലെവലിൽ തന്നെയായിരിക്കും നമ്മൾ കമൻറ്റ് കൊടുക്കുന്നത്. നമുക്കൊരാൾ ഗുഡ് മോർണിംഗ് ഇട്ട് നമ്മൾ തിരിച്ച് ഗുഡ് മോർണിംഗാണ് കൊടുക്കുന്നത് അല്ലേ. ആ ഗുഡ് മോർണിംഗ് നമ്മൾ എന്താക്കും, താഴെ വരെ എത്ര ആളിട്ടോ അത്രയും പേർക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കമൻറ്റ് ഇടുന്ന നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഞാൻ ചെയ്യുന്ന പണിയാണ്. എപ്പോഴും ഞാൻ എല്ലാവർക്കും ലവ് സ്റ്റിക്കർ കൊടുക്കും. അതും വിവിധ തരത്തിലുള്ളതാണ്, ഈ പ്രശ്നമില്ല. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഇടുകയാണെങ്കിലും നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരേ രീതിക്ക് കൊടുക്കാതിരിക്കുക. കുറച്ച് ആൾക്കാർക്ക് ഒരു രീതിക്ക് കൊടുക്കുക, കുറച്ച് ആൾക്കാർക്ക് ഒരു രീതിക്ക്. ആ രീതിക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ പോസ്റ്റുകൾ പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊക്കെ സ്ഥിരമായിട്ട് 2-3 ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. 2-1 ഉള്ള ഗ്രൂപ്പിലേക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് വെച്ച് വലിയ കുഴപ്പമില്ല. നമ്മൾ ചിലരെന്തൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതും പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫോളോവേഴ്സിനെ വിലയ്ക്ക് വാങ്ങുക എന്നാണ് ഫേസ്ബുക്ക് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി ആ ഒരു ഷെയർ അതങ്ങ് നിർത്തുക. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ കാരണം. പിന്നെ അതുപോലെ തന്നെ ചെയ്യാനുള്ളത് നമ്മൾ ബോണസ്, സ്റ്റാർ, ലൈക്ക്, കമൻറ്റ്, ഫോളോവേഴ്സ് ഇതൊക്കെ ചോദിച്ച് വാങ്ങും. എനിക്ക് സ്റ്റാർ തരുമോ, ഞാൻ എപ്പോഴും ചോദിക്കും എനിക്കൊരു സ്റ്റാർ തരുമോ എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ല, ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ അന്നത്ര അതിനെക്കുറിച്ച് എനിക്ക് വിവരമില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കതെക്കുറിച്ച് മനസ്സിലായി തുടങ്ങി. കാരണം നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ പേജിലും നമ്മുടെ പ്രൊഫൈലിലും വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴേ നമുക്കെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി അങ്ങനെ ആരും അത് ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത്, ഞാൻ ചെയ്യുന്ന ഒരു ദിവസം തന്നെ 5-6 പോസ്റ്റൊക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളൊരു മിനിമം പോസ്റ്റ് ഇടുക, ഒരു 2-3 പോസ്റ്റ് ഇടുക. അതൊരു ദിവസം ചെയ്യുക. അല്ലാതെ ഒരുപാട് പോസ്റ്റുകൾ ഒരു ദിവസം ഇടരുത്. ഇതൊക്കെ നമ്മുടെ ഫേസ്ബുക്കിന് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും സ്വന്തം പ്രൊഫൈലായാലും പേജായാലും സുരക്ഷമായിരിക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനൽ എന്നും പേജായാലും ഫേസ്ബുക്കിൻ്റെ പേജായാലും പ്രൊഫൈലായാലും എന്നും സുരക്ഷിതമായിരിക്കട്ടെ. അതുപോലെ നല്ല നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരിക. അധികം പാട്ടുകൾ ശ്രദ്ധിക്കുക, വോയിസ് ഓവർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.